ഇനി നമുക്ക് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ബാക്കി കണ്ടാലോ? ആക്ച്വലി ഞാനിന്ന് കളർ മേടിക്കാൻ മറന്നു പോയിട്ടോ. അപ്പോൾ ഞാൻ കരുതി ഇതെല്ലാം നമുക്കൊന്ന് ഡീറ്റെയിൽ ചെയ്ത് വെക്കാമെന്നുള്ളത്. അങ്ങനെ ഞാൻ തുടക്കം ഇട്ടത് ജെറിക്കകത്താണ്. പക്ഷെ അടിച്ചു വന്നപ്പോൾ എനിക്കെന്താ ജെറി അത്ര ജെറിയായിട്ട് തോന്നിയില്ല. പിന്നെ നിങ്ങളാരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ക്യാരക്ടർ ഏതാന്ന് പറഞ്ഞില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ക്യാരക്ടർ ടോം ആൻഡ് ജെറിയാണ് കേട്ടോ. ഞാൻ കണ്ടു തുടങ്ങിയത് ടോം ആൻഡ് ജെറിയാണ്. ആ സമയത്ത് എൻ്റെ വീട്ടിൽ ടി വി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ പോയിട്ടായിരുന്നു കേട്ടോ ഈ ടി വി ഒക്കെ കാണുന്നത്. അതിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ അച്ഛൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. കാരണം മിക്കപ്പോഴും ഞാൻ അവിടെ തന്നെയായിരിക്കും. അവരുടെ ദത്തുപുത്രിയായിരുന്നു ഞാൻ. പാവം നല്ല വീട്ടുകാരായിരുന്നു. എവിടെയാണോ എന്തോ. സാധാരണ ഞാൻ ടോം ആൻഡ് ജെറി വരയ്ക്കുമ്പോൾ ടോമിനെ എനിക്ക് നന്നായിട്ട് കിട്ടാറില്ല. ഇപ്രാവശ്യം ജെറിയെയും വെട്ടിച്ചിട്ട് ടോം അങ്ങ് ഭംഗിയായി. അല്ലേലും അത് ആരെങ്കിലും ഒരാളല്ലേ നന്നായി ഇരിക്കാൻ പാടുള്ളൂ. പിന്നെ ഈ ഒരു കാർട്ടൂൺ ക്യാരക്ടർ, ഇത് ഏതാണ് കാർട്ടൂൺ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ഇന്നേവരെ കണ്ടിട്ടും ഇല്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പക്ഷെ എനിക്ക് ഈ ക്യാരക്ടറിനെ ഭയങ്കര ഇഷ്ടം. ഞാൻ അതുകൊണ്ട് ഇതിനെ ഹണി ബിയർ എന്നാണ് വിളിക്കാറ്. കാരണം ഇതിൻ്റെ കൂടെ എപ്പോഴും ഒരു ഹണി ജാർ കാണാറുണ്ട്. അങ്ങനെ നമ്മൾ ഉള്ള കളറൊക്കെ വെച്ചിട്ട് നമ്മുടെ ഹണി ജാറിനെയും ഹണി ബിയറിനെയും ടോമിനെയും ജെറിയെ ഒക്കെ ഒന്ന് മനോഹരമാക്കി എടുത്തിട്ടുണ്ട്. ക്യാമറയുടെ സ്ഥലപരിമിതി കാരണം നമ്മുടെ അലമാരയുടെ ഒരു കുഞ്ഞനറ്റത്തുള്ള ഒരു കുഞ്ഞൻ ക്യാരക്ടറിനെ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല കേട്ടോ. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. നല്ല നീല കളറും നല്ല ചെവിയൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം. ഞാനതുകൊണ്ട് അതിനെ ഏലിയൻ ക്യാരക്ടർ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള കളറെല്ലാം വെച്ചിട്ട് നമ്മുടെ ഡീറ്റെയിലിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ ഇതിൻ്റെ ഫൈനൽ പാർട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഉടനെ വരുന്നവരേക്കും ബൈ.